നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കക്കവാരുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. രാവിലെ ഞങ്ങള് കക്കവാരന്ന് ഇറങ്ങിയപ്പോ ഭയങ്കര കാറ്റും മഴയും കൂടി വന്ന കാരണം നമ്മൾ കയറിപ്പോയി. ഇപ്പൊ വീണ്ടും നമ്മളൊന്ന് ശ്രമിച്ചു നോക്കാൻ നേരം വീണ്ടും വന്നേക്കാണ്. നമുക്കപ്പോ വാരിയിട്ട് വരാം. കക്ക ഉണ്ട് കേട്ടോ കൂട്ടുകാരെ, ഒരുപാട് കക്ക ഉണ്ട് ഇവിടെ. എന്താ ഹലോ, അപ്പൊ കൂട്ടുകാര് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ ഫ്ലവേഴ്സിൽ പാടുന്ന കുഞ്ഞാറ്റ ഉണ്ടല്ലോ, കുഞ്ഞാറ്റയുടെ വീടാണ് ആ കാണുന്നത്. കുഞ്ഞാറ്റയുടെ അമ്മയുടെ വീടാണ് ഈ കാണുന്നത്. ഞങ്ങളുടെ ഒരു വെള്ളോണെന്ന് മാത്രമേ ഉള്ളൂ, തൊട്ടപ്പുറത്താണ്. അവളുടെ സ്വന്തം വീട് കുറച്ചുകൂടി അങ്ങോട്ട് മാറിയാൽ മതി. അവളുടെ അമ്മയുടെ വീടാണ് ആ കാണുന്നത്. അവളാണെന്ന് തോന്നുന്നു. ആ തെക്കുപുറത്ത് ആരോ നിൽക്കുന്നുണ്ട്. ശരിക്കും നോക്കടാ, അമ്മയുടെ വീട്. അവള് മിക്കപ്പോഴും അവിടെ വരാറുണ്ട്. നല്ലൊരു പാവം കുട്ടിയാണ് കേട്ടോ അത്. എല്ലാരോടും നല്ല സ്നേഹമാണ് അവൾക്ക്. ഇപ്പൊ സമയം ഒരു 3:30 ആയിട്ടുണ്ട്. നമുക്കൊരു അരമണിക്കൂർ കൊണ്ട് എത്ര ആയെന്ന്, നമുക്ക് എന്തോരം കിട്ടുമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നേരത്തെ പോലെയല്ല, കക്ക ഇത്തിരി കൂടി മുഴുത്തിട്ടുണ്ട് കേട്ടോ. ഒരു നല്ല പോലെ തന്നെ മുഴുത്തിട്ടുണ്ട് ഈ കക്ക. അപ്പം നമ്മൾ പറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്കിത് വാരിക്കൊണ്ട് വരണം. കുറച്ച് സമയം കൂടി ഉണ്ട്. അപ്പം നമുക്കൊന്നുകൂടി നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞ സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ തന്നെ ഒരു കലം കക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ കക്ക വരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പതിവ് പോലെ ഒന്ന് പതച്ചിട്ട് വരാം. കുറേ നാളായി ഒന്ന് പതക്കാമെന്ന് വിചാരിക്കുന്നു. അതൊന്ന് പതച്ചിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് പതച്ചിട്ട് വരാം. അപ്പോൾ കൂട്ടുകാരെ, കക്കായൊക്കെ പെറുക്കി നമ്മൾ കരക്ക് കയറിയിട്ടുണ്ട്. നമുക്കിത് എന്തോരം ഉണ്ടെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. പാത്രത്തിലേക്ക് ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ സുന്ദരിക്കൊരു പള്ളത്ത് കിട്ടിയിട്ടുണ്ട്. സുന്ദരി ഇവിടെ വല്ലയിടത്തും ഉണ്ടാന്ന് നോക്കട്ടെ. എവിടെ പോയാലും അവർക്ക് എന്തെങ്കിലും ആയിട്ടേ കരുതിയാൻ വരുള്ളൂ കേട്ടോ. നോക്കട്ടെ കേട്ടാ. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ കക്കായൊക്കെ വെള്ളമൊഴിച്ച് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് തീ കൊടുത്ത് പുഴുങ്ങാൻ വെച്ചിട്ട് ഞാൻ ഡ്രസ്സ് മാറിയിട്ട് തിരിച്ചു വരാം.
കൂട്ടുകാരെ കക്ക പുഴുങ്ങാനായിട്ടുണ്ടല്ലോ കുറച്ച് വെള്ളം വെച്ചാൽ മതി കേട്ടാ. എന്താന്ന് പറഞ്ഞാൽ 1 ഗ്ലാസ് വെള്ളത്തിന്റെ അടുത്ത് വെച്ചാൽ മതി ഇത്രയും കക്കാക്ക്. കക്ക തന്നെ ഓൾറെഡി വെള്ളമുള്ള സാധനമാണ് കക്കയുടെ അകത്ത്. നമ്മൾ കക്ക വേവിക്കാൻ വെക്കുമ്പോഴാണെങ്കിലും കക്ക ഇറച്ചി നിങ്ങളൊക്കെ വാങ്ങിച്ചു കാണുമല്ലോ, അപ്പൊ അത് വേവിക്കാൻ വെക്കുമ്പോൾ വെള്ളം ഇറങ്ങി വരികയല്ലേ. അപ്പോ അങ്ങനെ വെള്ളം ഇത് വന്നോളും കേട്ടാ. അപ്പൊ നമുക്കിത് പുഴുങ്ങിട്ട് തെറുക്കുന്നതിന് കാണിച്ചുതരാം. അപ്പൊ കൂട്ടുകാരെ ഇത് കക്ക പുഴുങ്ങി പൊട്ടി വിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് കണ്ട. ഇനി ഇതിനകത്തുനിന്ന് ഓരോ ഇറച്ചികളായിട്ട് വേർതിരിച്ചെടുത്തിട്ട് വരാം നമുക്ക്, എന്നിട്ട് കാണാൻ കേട്ടോ. വേർതിരിച്ചെടുക്കുന്നത് കാണിച്ചു തരാം. ഞാൻ കുളിച്ച് ഫ്രഷ് ആയി വന്നിട്ടുണ്ട്. അപ്പൊ കൂട്ടുകാരെ നമ്മുടെ കക്കയൊക്കെ നമ്മൾ തിളച്ചിട്ടിരിക്കുന്നത് നമുക്ക് ഇനി ഇതിനകത്ത് ഒന്ന് പെറുക്കി വേർതിരിച്ചെടുക്കണം ഒരു പണി വരും. അതുകൂടി ഒന്ന് ചെയ്തെടുക്കാം. വേണ്ട ഇങ്ങനെ വെന്ത് കഴിയുമ്പോ ഇതിങ്ങനെ തുറന്നു വരും. ഇതിന്റെ വാ തിളച്ച് കഴിയുമ്പോ ഇതിന്റെ വാ പൊട്ടി തുറന്നു വരും. അപ്പൊ നമുക്ക് ഇതുപോലെ പെറുക്കിയെടുക്കാം. ഇത് വലിയ വലിയ കക്ക വരുന്ന ആൾക്കാരൊക്കെ ചെയ്യണത് കിളിങ്ങൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അതിനകത്തേട്ട് ഇത് മുഴുവനും കൂടി ഇട്ടിച്ച് ഇങ്ങനെ തിരിച്ചെടുക്കാം. നമ്മുടെ അരിപ്പ പോലത്തെ ഒരു സാധനമാണ്. അപ്പൊ തൊണ്ട് വേറെ കക്ക വേറെ ആയിട്ട് കിടക്കും. അപ്പൊ അത് സുഖമാണ്. നമ്മുടെ വീട്ടിൽ ഇത്തിരി ആവശ്യത്തിനൊക്കെ എടുക്കുമ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ അത് കാരണം നമ്മളിത് ഇതുപോലെ കണ്ട ഇങ്ങനെ പെറുക്കി എടുത്തിട്ട് ഈ വെള്ളത്തിലേക്ക് ഇടിക്കും. വറുക്കുന്ന വീഡിയോ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഇട്ടേക്കാം. വറുക്കുന്ന വീഡിയോ കാണുന്നവർക്ക് അതിൽ നോക്കി ചെയ്യാവുന്നതാണ് കേട്ടോ. കൂട്ടുകാരെ നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പൊ എന്റെ കൂട്ടുകാരെല്ലാരും ഞങ്ങൾക്കൊരു സപ്പോർട്ട് തരണം കേട്ടോ. കൂടുതലായിട്ട് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് നിങ്ങൾ ഞങ്ങളെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സപ്പോർട്ട് തരണം ഞങ്ങൾക്ക്. കൂട്ടുകാരുടെ വിലയല്ലേ ഞങ്ങളുടെ. അപ്പൊ കൂട്ടുകാരെ നമ്മുടെ കക്കാവർക്കൊക്കെ കഴിഞ്ഞ് ഇത്രയും കക്കായാണ് നമുക്ക് കിട്ടിയത്. അപ്പോ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയുള്ളൂ. അപ്പൊ നമ്മുടെ എല്ലാ കൂട്ടുകാരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി പുതിയ നല്ല നല്ല വീഡിയോസുമായി നമുക്ക് ഉടനെ കാണാം കേട്ടോ.